വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഓൾറെഡി ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തു. സോ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താണ് മാത്സിന്റെ വീഡിയോസ് മാത്രം ഇത്ര ലേറ്റ് ആവുന്നത്, മോഡൽ എക്സാം വരികയാണ് മാർച്ച് 1 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഫെബ്രുവരി എൻഡ് ലാസ്റ്റിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സോ ഈ പറയുന്ന നമ്മുടെ റാപ്പിഡ് കോഴ്സിന്റെ ബാച്ചുകൾ 2 ബാച്ച് ഉണ്ട്. സോ ആ ക്ലാസ്സുകളെല്ലാം ഓൺഗോയിങ് ആണ്. സോ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. പക്ഷെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ ഫെബ്രുവരി മന്ത് ലാസ്റ്റ് ആവുന്ന സമയത്തിന് മുൻപ് തന്നെ നമുക്ക് ഈ മാത്സിന്റെ കംപ്ലീറ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്യും. തീർച്ചയായും അത് നിങ്ങൾക്ക് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കാം. പെട്ടെന്ന് തന്നെ ഇനിയുള്ള വീഡിയോസ് എല്ലാം വരും. സോ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡഡ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് പ്രിൻസിപ്പൽ വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വരില്ല നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. സോ അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലോട്ട് കടക്കാൻ ഡിലേ ആക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 minus cos x divided by 1 plus cos x represent in the simplest form. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിനെ സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മളോട് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ ചാപ്റ്ററിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യമുള്ളത്. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഒരു 80% അതുപോലെ തന്നെ പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാല്യൂസ് ഒന്നും മാറാതെ തന്നെ 80% ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഈ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരം ചോദ്യങ്ങൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഓരോ ചോദ്യത്തിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസും അതുപോലെ തന്നെ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസും എല്ലാം ആ പെർട്ടിക്കുലർ ചോദ്യത്തിന് മാത്രമായിരിക്കും. സോ ആ ചോദ്യം കാണുമ്പോൾ നമുക്ക് അറിയണം ഇവിടെ ഈ ട്രിഗ്നോമെട്രിക് വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സിന് ഈ ടേം ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതിന് സിമ്പിൾ ആയിട്ട് ഒരു വഴിയേ ഉള്ളൂ. ചോദ്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് എന്താണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവെയർ ആയിരിക്കണം. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരു ചോദ്യം ചെയ്തിട്ട് ആ വേറൊരു ചോദ്യം കാണുമ്പോൾ അതിലും ഇതേ മെത്തേഡ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓരോ ചോദ്യവും വ്യത്യസ്തമാണ്. സോ ഈ ചാപ്റ്ററിൽ എല്ലാ ചോദ്യത്തോടും നിങ്ങൾ തറവായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ആദ്യത്തെ ചോദ്യം ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 minus cos x divided by 1 plus cos x ആണ് നമ്മുടെ ചോദ്യം. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് ഞാൻ ആദ്യം എഴുതാം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ്. സോ അതെന്താന്ന് വെച്ചാൽ 1 minus cos 2x എന്ന് പറയുന്നത് 2 sin square x ആണ്. 1 minus cos 2x എന്ന് പറയുന്നത് 2 sin square x ആണ്. 1 plus cos 2x എന്ന് പറയുന്നത് 2 cos square x ആണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. 1 minus cos 2x എന്ന് പറയുന്നത് 2 sin square x ആണ്. 1 plus cos 2x എന്ന് പറയുന്നത് 2 cos square x ആണ്. ഇത് നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പഠിച്ചാൽ മതി. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 1 minus cos 2x അല്ല, ഇവിടെ തന്നിരിക്കുന്നതാണ് 1 minus cos x ആണ്. ഈ 2ന്റെ കുറവ് ഇവിടെ ഉണ്ട് അല്ലെ. ഇവിടെ ചോദ്യത്തിനകത്ത് 1 minus cos x തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 1 minus cos x ഈക്വൽ ടു നമ്മുടെ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാം? 2 sin square x by 2. 2 sin square x by 2. 1 minus cos 2 ആയിരിക്കും, cos 2x ആയിരിക്കുമ്പോൾ 2 sin square x ആണ്. ഇവിടെ 1 minus cos x ഉള്ളൂ. അപ്പൊ 2 sin square x by 2. അതുപോലെ തന്നെ 1 plus cos x ന് എന്ത് എഴുതാം? 2 cos square x by 2 എന്ന് മാറ്റി എഴുതും. ക്ലിയർ ആവുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസിന് എങ്ങനെയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ നമ്മൾ മോഡിഫൈ ചെയ്തെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നമ്മൾ. ടാൻ ഇൻവേഴ്സ് ഓഫ് root of 1 minus cos 2x ന് പകരം 2 sin square x by 2 divided by 2 cos square x by 2 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. 2 ക്യാൻസൽ ചെയ്യാം. tan inverse of root of sin square x by 2 divided by cos square x by 2 എന്ന് നമ്മൾ എഴുതി. നമുക്കറിയാം. ഇനി ഞാൻ ഈ ഐഡന്റിറ്റീസ് എല്ലാം മാറ്റിയാണ്. നമുക്ക് അറിയാവുന്ന ഈ ഇക്വേഷൻസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അതായത് നമുക്ക് അറിയാവുന്ന കേസാണ് ടാൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റയാണ്. നമുക്കറിയാം, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ത് വരും? ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും. ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ആക്കി റീപ്ലേസ് ചെയ്യാലോ. ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് tan square x by 2. റൂട്ട് ഒഴിവാക്കരുത്, കാരണം റൂട്ട് ഇമ്പോർട്ടന്റ് ആണ്. റൂട്ട് ഓഫ് tan square x by 2 എന്താണ്? tan x by 2 ആണ്. അപ്പൊ tan inverse of
tan x by 2, tan inverse of tan x by 2. ഇനി നിങ്ങൾക്ക് മറ്റൊരു ട്രിഗ്നോമെട്രിക് ഒരു ക്യാരക്ടറിസ്റ്റിക് ഞാൻ പറഞ്ഞു തരാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള പല ചോദ്യങ്ങളിലും ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അതായത് ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ടേം. അതുപോലെ തന്നെ ഇപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റയാണ്. കോസും കോസ് ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത ബാക്കി 2 തീറ്റയാവും. സെയിം വേ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? എക്സ് ബൈ 2 എന്നേ വരുള്ളൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ടാനും ഇൻവേഴ്സും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്തേ വരത്തുള്ളൂ? എക്സ് ബൈ 2 വരത്തുള്ളൂ. സോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടത്തെയുള്ള കാര്യം മനസ്സിലാവും. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്താണ്? എക്സ് ബൈ 2 ആണ്. ഇതാണ് നിങ്ങളുടെ സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. സോ നമുക്ക് ചോദ്യത്തിനുള്ള ആൻസർ ടാൻ, അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സിന്റെ സിംപ്ലസ്റ്റ് ഫോം റെപ്രസെന്റേഷൻ ആണ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇത് വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ട് ഐഡന്റിറ്റീസ് ആണ് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത്. 1 മൈനസ് കോസ് എക്സും 1 പ്ലസ് കോസ് എക്സിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഐഡന്റിറ്റീസ്. അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്നതിനെ നമുക്ക് എക്സ് ബൈ 2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇതാണ് രണ്ടാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതേപോലെ സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാവുന്ന ചോദ്യമാണ്. സോ നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ചോദ്യം, സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാവുന്ന ചോദ്യം, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇതിനെയും സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്ത് ഏത് ടേം ആണോ അകത്തും അതേ ടേം വരണം. മുൻപിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണ്, ബ്രാക്കറ്റിനകത്ത് നമ്മൾ അറ്റ്ലാസ്റ്റ് ഏതിലോട്ട് കൊണ്ടുവന്നു? ടാനിന്റെ ടേമിലോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇവിടെ പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണ്, അപ്പൊ അകത്തും എന്തിന്റെ കൊണ്ടുവരണം? ടാനിന്റെ ടേമിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു ടേം ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ടേം ഉണ്ട്. നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ അല്ലേ? ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ടാൻ തീറ്റ പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ ബ്രാക്കറ്റിനകത്ത് ടാൻ തീറ്റ വരണമെങ്കിൽ ന്യൂമറേറ്ററിലുള്ള ടേമിൽ സൈൻ തീറ്റയും വരണം, ഡിനോമിനേറ്ററിലുള്ള ടേമിൽ കോസ് തീറ്റയും വരണം. അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. സോ ആ രീതിയിലോട്ട് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സിന് പകരം നമ്മൾ എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ന്യൂമറേറ്ററിൽ എന്ത് വരണം? സൈൻ തീറ്റ വരണം. പക്ഷെ ഡിനോമിനേറ്ററിൽ ഒരു എ എന്ന് പറയുന്ന ടേം ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. സോ അത് ക്യാൻസൽ ചെയ്ത് പോകണം. അതിനാണ് നമ്മൾ എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പ്രോബ്ലത്തിലെ ഫർദർ സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ എക്സിന് നമുക്ക് എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനപ്പം എന്ത് വരും? എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ദെൻ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറേറ്റർ അതുപോലെ തന്നെ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള റൂട്ടിൽ നിന്ന് ഞാൻ എ സ്ക്വയർ പുറത്തെടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? എ മാത്രമായിട്ട് റൂട്ടിൽ നിന്ന് പുറത്തെടുക്കും. എ സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ എ അല്ല ആവും, എ ആവും. എ സ്ക്വയർ നിന്ന് അവിടെ 1 ആവും. എ സ്ക്വയർ പുറത്തെടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എയും എയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ റിമൈനിങ് സ്റ്റെപ്പ് ഞാൻ ആ സൈഡ് എഴുതാം. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. എയും എയും ക്യാൻസൽ ആയിട്ട് ബാക്കി എന്താ ഉള്ളത്? ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. കോസ് തീറ്റ. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? അറ്റ്ലാസ്റ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്ന് വരും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ടേം മാത്രമേ വരുള്ളൂ. സോ തീറ്റയാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയാം. നമുക്ക് തീറ്റയിൽ എൻഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കാരണം പറ്റില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ? എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ തീറ്റ ഈക്വൽ ടു എന്ന് പറയുന്ന ടേം നമുക്ക് കണ്ടുപിടിക്കണം. സോ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്ത് വരും? ഈ ബാക്കിയുള്ള ടേമിനെ എല്ലാം ഇങ്ങോട്ട് വരിക. സൈൻ ഈക്വൽ ടു അപ്പുറം പോയാൽ
സൈൻ ഇൻവേഴ്സ് ആവും. ഓൾറെഡി എക്സ് ഉണ്ട്, ഇൻറ്റു എ അപ്പുറത്ത് പോയാൽ ഡിവൈഡഡ് ബൈ എ ആവും. അപ്പൊ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന രീതിയിൽ വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ തീറ്റന്റെ അവിടെ നിർത്തിയാലും മതി, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മാർക്കേ പോകത്തുള്ളൂ. പക്ഷെ കൂടുതലായിട്ട് ഇത് വളരെ എളുപ്പമാണ് ബാക്കിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇത് കൂടി ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഓൾറെഡി എക്സിന് എ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈൻ ഈക്വൽ ടു അപ്പുറത്ത് പോയാൽ എന്താവും? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറും. സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. ഒരു ഇൻറ്റു എ ഉണ്ട്, അത് ഡിവൈഡിൽ വരും. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന രീതിയിൽ വരും. ഇതാണ് തീറ്റന്റെ ആൻസർ. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കാരണം നമുക്ക് ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടിയിരിക്കുന്നത് തീറ്റയാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഇത്രയും നമ്മൾ നോക്കിയത് സിംപ്ലിഫൈ അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് ഒരു പ്രൂഫാണ്. പ്രൂവ് ദാറ്റ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. പ്രൂഫിൽ കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പ്രൂഫ് ഞാൻ എഴുതി തരാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x into root of 1 minus x square equal to 2 sin inverse x. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാനാണ്, അല്ലാതെ ഇതിന് സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനല്ല. LHS RHS തന്നാൽ നമുക്കിത് പ്രൂഫ് ആണെന്ന് നമുക്ക് അറിയാം. സോ ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്. പക്ഷെ പ്രൂഫിന്റെ കേസിൽ നമ്മൾ സിംപ്ലിഫിക്കേഷന്റെ കേസിൽ പുറത്ത് ഏതാണുള്ളത് അത് തന്നെ അകത്ത് വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രൂഫിന്റെ കേസിൽ അങ്ങനെയല്ല. ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് ഏതാണുള്ളത്, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എന്താണ് വരേണ്ടത്? സൈൻ ഇൻവേഴ്സ് എക്സ്. സൈനിന്റെ ടേമിലാണ് വരേണ്ടത്. സൈനിന്റെ ടേമിൽ വരണമെങ്കിൽ നമ്മൾ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? സൈൻ ഇൻവേഴ്സ് ഓഫ് 2 sin theta into root of 1 minus sin square theta എന്ന് എഴുതാം. sin inverse of 2 sin theta into root of 1 minus sin square theta എന്ന് എഴുതാം. മനസ്സിലാവണ്ട? ഈ എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? sin theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തത് ഈക്വൽ ടു sin inverse of 2 sin theta into root of sin square theta എന്താണ്? root of 1 minus sin square theta എന്താണ്? cos square theta ആണ്. root of cos square theta എന്ന് വരും. then അടുത്ത സ്റ്റെപ്പിനകത്ത് sin inverse of 2 sin theta into root of cos square theta cos theta എന്ന് വരും. ഇത് കഴിഞ്ഞ് വൃത്തിയായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. 1 minus sin square theta എന്ന് പറഞ്ഞാൽ cos square theta ആണ്. root of cos square theta എന്ന് പറഞ്ഞാൽ cos theta ആണ്. അപ്പൊ sin inverse of 2 sin theta cos theta എന്ന് വരും. അടുത്തത് ഒരു ഐഡന്റിറ്റി ആണ്. 2 sin theta cos theta എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 cos theta sin theta എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടാണെങ്കിലും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് sin 2 theta ആണ്. ഇത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണ്. ഈ ഐഡന്റിറ്റി പഠിച്ചു വെക്കണം. 2 sin theta cos theta അല്ലെങ്കിൽ 2 cos theta sin theta എന്ന് പറഞ്ഞാൽ sin 2 theta ആണ്. ഇവിടെ 2 sin theta cos theta അല്ലേ? സോ ആൻസർ എന്താണ്? sin 2 theta ആണ്. അത് ഞാൻ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. അതായത് sin inverse of 2 sin theta cos theta അല്ലേ? അപ്പൊ അതിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? sin 2 theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin inverse of sin 2 theta ഞാൻ ഓൾറെഡി പറഞ്ഞു. sin inverse of sin 2 theta എന്താണ്? 2 theta ആണ് വരിക. sin inverse of sin 2 theta എന്ന് പറഞ്ഞാൽ 2 theta ആണ്. നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് 2 theta എന്ന് കിട്ടി. ഇവിടെ നിർത്തണോ? ഇവിടെ നിർത്താൻ പാടില്ല. എക്സിന് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? x ഈക്വൽ ടു sin theta ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്ത് വരും? sin inverse x എന്ന് വരും. ശരിയല്ലേ? തീറ്റ ഈക്വൽ ടു sin inverse x. അപ്പൊ നമ്മൾ കിട്ടിയ 2 theta നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 2 sin inverse x എന്ന് എഴുതാം. ഈക്വൽ ടു 2 sin inverse x. ശരിയല്ലേ? 2 theta. തീറ്റ ഈക്വൽ ടു sin inverse x ആണെങ്കിൽ 2 theta ഈക്വൽ ടു 2 sin inverse x അല്ലേ? സോ നമ്മുടെ ആൻസർ 2 sin inverse x. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? hence proved എന്ന് എഴുതാം. hence proved. കാരണം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ hence proved. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലൂടെ കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ മെത്തേഡിലുള്ള ചോദ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുന്ന ഫാക്ടർ അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത് വരുന്ന ടേം മാത്രം കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ ശരിയാവും എന്നൊക്കെ. ഞാൻ പറഞ്ഞുതരാം. ഇതേപോലത്തെ നമ്മുടെ നാലാമത്തെ ചോദ്യം ഈ ചാപ്റ്ററിലുള്ളത്. ചോദ്യം പറഞ്ഞുതരാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x into root of 1 minus x square equal to. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇതേ ടേം എന്നല്ല കഴിഞ്ഞ ചോദ്യത്തിൽ എഴുതിയത്. പക്ഷെ പ്രൂഫിൽ വ്യത്യാസമുണ്ട്. 2 cos inverse x ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. prove that 2 cos inverse x ആണ് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ തോന്നും ഒരേ ടേം എങ്ങനെയാണ് കോസ് ആയിട്ടും സൈൻ ആയിട്ടും മാറി പ്രൂവ് ചെയ്യാൻ പറ്റുക? അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രൂഫിന്റെ കേസിൽ നമുക്ക് ഏത് ടേം ആണോ വരേണ്ടത് അതാണ് നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ x ഈക്വൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? cos theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ഈക്വൽ ടു cos theta. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ്
2 cos theta into root of 1 minus cos square theta എന്ന് വരും. 1 minus cos square theta എന്ന് വരും. നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു. Equal to sin inverse of 2 cos theta into root of 1 minus cos square theta എന്താണ്? Sin square theta എന്ന് വരും. Equal to sin inverse of 2 cos theta. Root of sin square theta sin theta. 2 cos theta sin theta എന്ന് വരും. അപ്പോൾ sin inverse of ഞാൻ ഓൾറെഡി കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു 2 sin theta cos theta എന്ന് വന്നാലോ 2 cos theta sin theta എന്ന് വന്നാലോ നമ്മുടെ ആൻസർ എന്താണ്? sin 2 theta ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ sin 2 theta. sin inverse of sin 2 theta എന്താണ്? 2 theta ആണ്. നമ്മൾ 2 theta വരെ നമുക്ക് കിട്ടി. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 theta. ഇനി തീറ്റയ്ക്ക് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഓൾറെഡി അറിയാം x equal to cos theta ആണ് നമുക്കറിയാം. x equal to cos theta ആണ് നമുക്കറിയാം. Therefore theta equal to എന്ത് വരും? cos inverse x വരും എന്ന് നമ്മൾ നോക്കി. cosനെ equal to ഇപ്പുറത്ത് കൊണ്ടുപോയാൽ cos inverse ആവും. cos inverse x വരും എന്ന് മനസ്സിലായി. നമ്മുടെ ആൻസർ 2 theta അല്ലേ? അപ്പോൾ 2 theta ക്ക് നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 cos inverse x എന്ന് എഴുതാലോ. 2 theta equal to 2 cos inverse x എന്ന് എഴുതാം. സോ ഇത് തന്നെയല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? hence proved. hence proved. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഒരേ ഫംഗ്ഷൻസ് LHS ൽ തന്നാലും RHS ൽ വരുന്ന ടേമിനനുസരിച്ച് എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യങ്ങൾ അതുപോലെ തന്നെ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിലെ 5ാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് cot inverse of 1 divided by root of x square minus 1. ഇതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. cot inverse of 1 divided by root of x square minus 1. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. ഈ തന്നിരിക്കുന്ന ചോദ്യത്തെ സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഈ പുറത്ത് കോട്ടാണെങ്കിൽ ബ്രാക്കറ്റിനകത്തും എന്തിന്റെ ടേം വരണം? കോട്ടിന്റെ ടേം വരണം. സോ കോട്ടിന്റെ ടേം വരണം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കോട്ട് എന്ന് പറയുന്നത് 1/tan ഈക്വൽ ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan ഈക്വൽ ആണ്. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1/tan തീറ്റ ആണ് നമുക്കറിയാം. സോ ഇതിനകത്ത് കോട്ട് തീറ്റ വരണമെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? tan തീറ്റന്റെ ടേം ആയിരിക്കണം. ശരിയല്ലേ? ബ്രാക്കറ്റിനകത്ത് കോട്ട് തീറ്റ വരണമെങ്കിൽ 1/tan തീറ്റന്റെ ടേമിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ tan തീറ്റ ആയിരിക്കണം. സോ ഡിനോമിനേറ്റർ tan തീറ്റ വരണമെങ്കിൽ ഇത് കുറച്ച് ലൂപ്പ് വൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിനോമിനേറ്റർ tan തീറ്റ വരണമെങ്കിൽ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x equal to sec theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. x equal to sec theta. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. cot inverse of 1 divided by root of sec square theta minus 1. cot inverse of 1 divided by root of sec square theta minus 1. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം sec square theta minus 1 എന്ന് പറയുന്നത് tan square theta ക്ക് ഈക്വൽ ആണ്. ഇതൊരു ഐഡന്റിറ്റി ആണ്. sec square theta minus 1 എന്ന് പറയുന്നത് tan square theta ക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരും? cot inverse of 1 divided by root of tan square theta എന്ന് വരും. 1 divided by root of tan square theta. root of tan square theta എന്താണ്? tan theta അല്ലേ? അപ്പോൾ cot inverse of 1 divided by tan theta എന്ന് വരും. cot inverse of 1 divided by tan theta. അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിലുള്ള വായിക്കാം. ബാക്കി അവിടെ എഴുതാം. then ബാക്കി എന്ത് വരും? cot inverse of 1 divided by tan theta എന്ന് വെച്ചാൽ എന്താണ്? cot theta ആണ്. നമുക്കറിയാം 1/tan എന്ന് പറഞ്ഞാൽ cot theta. അപ്പോൾ cot inverse of cot theta എന്ന് വരും. ഞാൻ പറഞ്ഞു cot inverse കോട്ടും ക്യാൻസൽ ചെയ്താൽ ബാക്കി തീറ്റ അല്ലേ ഉള്ളൂ. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? തീറ്റ എന്ന് കിട്ടി. ഇവിടെ ഇൻറ്റെപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇൻറ്റെപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം x ഈക്വൽ ടു നമുക്ക് എന്താ എഴുതിയത്? x ഈക്വൽ ടു sec തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്ത് വരും? sec ഇൻവേഴ്സ് x എന്ന് വരും. തീറ്റ ഈക്വൽ ടു sec ഇൻവേഴ്സ് x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? sec ഇൻവേഴ്സ് x എന്ന് വരും. തീറ്റയ്ക്ക് sec ഇൻവേഴ്സ് x ആണെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ sec ഇൻവേഴ്സ് x. അപ്പോൾ cot ഇൻവേഴ്സ് ഓഫ് 1 divided by root of x square minus 1 എന്ന് പറയുന്ന ടേമിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് sec ഇൻവേഴ്സ് x എന്ന് പറയുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 6ാമത്തെ ചോദ്യം. ഈ ചാപ്റ്ററിലെ 6ാമത്തെ ചോദ്യം. ഇതെല്ലാം പരീക്ഷകളുടെ മുൻപിലുള്ള പരീക്ഷകളുടെ ചോദിച്ച ചോദ്യങ്ങളാണ്. സോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. അടുത്തെന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ്. ഇതൊരു പ്രൂഫിന്റെ ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് tan inverse of 2/11 plus tan inverse of 7 divided by 24 equal to tan inverse of 1/2. ഇതാണ് നമ്മുടെ പ്രൂഫ്.
Tan inverse of 2 by 11 plus tan inverse of 7 by 24 equal to tan inverse of 1 by 2. ഇത് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമുല പറഞ്ഞു തരാം. Tan inverse x plus tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുലയുടെ ബേസിസിലാണ് നമ്മൾ ഈ സാധനം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy. ഈ ഒരു ഫോർമുലയുടെ ബേസിസിലാണ് മുകളിലുള്ള ചോദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? x ന്റെ സ്ഥാനത്ത് എന്താണുള്ളത്? 2/11 ആണുള്ളത്. x ന്റെ സ്ഥാനത്തുള്ളത് 2/11. സോ നമുക്ക് എങ്ങനെ ഈക്വൽ ടു tan inverse of x plus y ആണ്. അപ്പോൾ x ന്റെ സ്ഥാനത്തുള്ള 2/11 ഉം y ന്റെ സ്ഥാനത്ത് 7/4 ആണ്, 7/24 ആണ്. അപ്പോൾ 2/11 plus 7/24 ശരിയല്ലേ? x plus y ക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 minus xy, x into y, 2/11 into 7/24 എന്ന് വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? അതായത് എക്സിനും വൈക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന് 2/11 എന്നും വൈക്ക് 7/24 എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ. tan inverse of ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 24 plus 7 into 11 divided by 11 into 24 ശരിയല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ ഇതെന്ത് വരും? 1 minus 2 into 7 14 എന്ന് വരും. ഡിവൈഡഡ് ബൈ 11 into 24 എന്ന് വരും. ഡിവൈഡഡ് ബൈ 11 into 24 എന്ന് വരും. ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ ഈ റൈറ്റ് സൈഡ് എഴുതില്ല, ഞാൻ മുകളിൽ തന്നെ വായിക്കാം. ചോദ്യം നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പ്രൂഫ് എന്ന് പറഞ്ഞാൽ tan inverse 1/2 ആണ്. സോ അത് മാത്രം ഞാൻ അവിടെ നിർത്താം, കാരണം അത് ചെക്ക് ചെയ്യണം. ബാക്കിയുള്ള ടേംസ് എല്ലാം ഞാൻ വായിക്കാം. ഇതെന്ത് വരും? 2 into 24 എന്ന് പറഞ്ഞാൽ 48. ഇതെന്ത് വരും? 77 എന്ന് വരും. 40 tan inverse of 125 എന്ന് വരും. tan inverse of 125. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം ഇല്ല. സോ നെക്സ്റ്റ് അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 264 വരും. ഹോൾ ഡിവൈഡഡ് മനസ്സിലാവുന്നുണ്ടോ? അതായത് 2 into 24 plus 7 into 11 എന്ന് പറയുന്നത് 125 ഈക്വൽ ആണ്. 11 into 24 എന്ന് പറയുന്നത് 264 ഈക്വൽ ആണ്. ഡിവൈഡഡ് ബൈ 1 minus 14 divided by 11 into 24 എന്ന് പറഞ്ഞാൽ 264 ഈക്വൽ അല്ലേ? 264 ഈക്വൽ ആണ്. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? tan inverse of 125 divided by 264 whole divided by ഇതിനെ സിംപ്ലിഫൈ 264 into 1 264 minus 14 divided by 264 എന്ന് കിട്ടും. ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Then tan inverse of 125 divided by 264 whole divided by 264 minus 14 എത്രയാണ്? 250 divided by 264 എന്ന് വരും. ക്ലിയർ അല്ലേ? 264 ഉം 264 ഉം ക്യാൻസൽ ചെയ്താൽ tan inverse of 125 divided by 250 എന്ന് വരും. 125 divided by 250 എന്ന് വരും. 125 divided by 250 എത്രയാണ്? ഇത് രണ്ടും 125 ഇരട്ടിയാണ് 250. സോ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു tan inverse of 1/2 എന്ന് എഴുതാം. ഈക്വൽ ടു tan inverse of 1/2 എന്ന് എഴുതാം. ഇതല്ല നമ്മുടെ പ്രൂഫ്. ഇതാണ് നമുക്ക് ചോദ്യത്തിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. tan inverse of 1/2 കോഡിനകത്ത് എഴുതാം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് tan inverse of 1/2 plus tan inverse of 1/3 equal to pi/4. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. tan inverse of 1/2 plus tan inverse of 1/3 equal to pi/4. ഇത് നമുക്ക് മുൻപിൽ ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ ആണ്. അതായത് tan inverse of x plus y divided by 1 minus xy. ഇതേ ഫോർമാറ്റിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അതേ ഫോർമാറ്റിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? സോ നമുക്ക് x ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 1/2 ഉം y ന്റെ സ്ഥാനത്ത് 1/3 ഉമാണ്. സോ ഈക്വൽ ടു tan inverse of 1/2 plus 1/3 whole divided by 1 minus xy. 1/2 into 1/3 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഈക്വൽ ടു tan inverse of സിംപ്ലിഫൈ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. സോ 3 plus 2 divided by 6 whole divided by 1 minus 1/6 എന്ന് വരും. 1 minus 1/6. ഇതിനെ ഞാൻ ഈ സൈഡ് സോൾവ് ചെയ്യാണ്ട്. സോ tan inverse of 3 plus 2/6 എത്രയാണ്? 5/6 ആണ്. 5/6 divided by 6 into 1 6 6 minus 1 5/6. സോ അങ്ങനെയും വരും 5/6. സോ
5/6 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉള്ളത്? tan inverse of 1 ആണുള്ളത്. ബാക്കിയുള്ളത് tan inverse of 1 ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ മാത്രം ചെയ്യുകയാണ്. സോ tan inverse of 1 ഈക്വൽ ടു 5/4 ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ പ്രൂഫ് നമുക്ക് എഴുതാമെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ tan π/4 എന്ന് പറയുന്നത് 1 ഈക്വൽ ആണ്. tan π/4 എന്ന് പറയുന്നത് 1 ഈക്വൽ ആണെങ്കിൽ tan inverse of 1 എന്ന് പറയുന്നത് π/4 ഈക്വൽ ആയിരിക്കും. tan π/4 എന്ന് പറയുന്നത് 1 ഈക്വൽ ആണെങ്കിൽ tan inverse of 1 എന്ന് പറയുന്നത് π/4 ഈക്വൽ ആയിരിക്കും. ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ ഇതിന്റെ ബേസിസിലാണ് ഞാൻ tan inverse of 1 എന്ന് പറയുന്നത് π/4 എന്ന് എഴുതിയത്. സോ ഇത് നമ്മുടെ പ്രൂഫ് ആണ്. സോ ഹെൻസ് പ്രൂവ്ഡ് എന്ന് ലാസ്റ്റ് എഴുതി വെക്കുക. ലാസ്റ്റ് ഹെൻസ് പ്രൂവ്. ക്ലിയർ അല്ലേ? ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ചെറിയൊരു ചോദ്യമാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. ക്വസ്റ്റ്യൻ tan inverse of cos x minus sin x divided by cos x plus sin x. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടില്ലേ? അതായത് പുറത്തുള്ള ടേം തന്നെ ബ്രാക്കറ്റിനകത്തും വരണം. പുറത്ത് ടാനിനാണ്, സോ അകത്തും എന്ത് വരണം? ടാനിന്റെ ടേം വരണം. സോ ഈ പറയുന്ന cos x മൈനസ് sin x നെ tan x ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? cos x നെ എലിമിനേറ്റ് ചെയ്യണം. സോ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും cos x വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ നമ്മുടെ ആൻസർ എന്ത് വരും? tan inverse of cos x divided by cos x minus sin x divided by cos x whole divided by cos x divided by cos x plus sin x divided by cos x എന്ന രീതിയിൽ വരും. ക്ലിയർ അല്ലേ? മുകളിലും താഴെയും നമ്മൾ cos x വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ cos x ഉം ക്യാൻസൽ ആയി, ഇവിടെയും cos x ഉം ക്യാൻസൽ ആയി. സോ ലാസ്റ്റ് tan inverse of 1 minus sin x by cos x എന്താണ്? tan x ആണ്. സോ 1 minus tan x divided by 1 plus tan x എന്ന് നമുക്ക് വന്നു. 1 minus tan x divided by 1 plus tan x എന്ന് വന്നു. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. cos x എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ ബ്രാക്കറ്റിനകത്ത് tan വരത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ തന്നെ cos x വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് അറിയണം. സോ ഞാൻ മുകളിലത്തെ ടേം എല്ലാം വായിക്കുകയാണ്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഐഡന്റിറ്റി, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്തെന്ന് വെച്ചാൽ tan a minus tan b divided by 1 plus tan a tan b. tan a minus tan b divided by 1 plus tan a tan b. ഇത് എന്തിന് ഈക്വൽ ആണെന്ന് വെച്ചാൽ tan a minus b ക്ക് ഈക്വൽ ആണ്. ഇത് എന്തിന് ഈക്വൽ ആണെന്ന് വെച്ചാൽ tan a minus b ക്ക് ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, tan a ന്റെ സ്ഥാനത്ത് 1 അല്ലേ, പിന്നെ എങ്ങനെ tan a നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? സോ 1 നെ നമുക്ക് tan ന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? tan π/4 ആണ് 1 ഈക്വൽ. tan π/4 ആണ് എന്ത്? 1 എന്ന് പറയുന്നത്. tan π/4 ആണ് 1. സോ 1 ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? tan π/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഒരു തെറ്റുമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? സോ ഈക്വൽ ടു ഈ ഐഡന്റിറ്റി നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. tan inverse of 1 ന് പകരം tan π/4 minus tan x divided by 1 plus tan a tan b ആണ്. tan a ക്ക് പകരം tan π/4 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan π/4 into tan x എന്ന് എഴുതാം. വീണ്ടും നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇവിടെ tan π/4 എന്ന് പറയുന്ന ടേമേ ഇല്ല, അവിടെ വെറും tan x ഏ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം tan π/4 1 ആണ്. 1 into tan x എന്ന് പറഞ്ഞാൽ tan x തന്നെയല്ലേ? 1 into tan x എന്ന് പറഞ്ഞാൽ tan x തന്നെയാണ്. അപ്പൊ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത്. സോ tan π/4 equal to 1 ആണ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് ഏതിന്റെ ഫോർമാറ്റിലാണ്? tan a minus tan b divided by 1 plus tan a tan b ന്റെ ഫോർമാറ്റിലല്ലേ? അപ്പോ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ tan a minus b ആണ്. അങ്ങനെയാണെങ്കിൽ tan inverse of a ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? π/4 ആണുള്ളത്. b ന്റെ സ്ഥാനത്ത് x ആണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? tan π/4 minus x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan π/4 minus x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ tan a minus b ന്റെ ഇക്വേഷന്റെ ഫോർമാറ്റിൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ tan π/4 minus x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻവേഴ്സും ടാനും ക്യാൻസൽ ആയി പോലെ. അപ്പൊ ബാക്കി എന്താ ഉള്ളൂ? π/4 minus x ഏ ഉള്ളൂ. ബാക്കി π/4 minus x ഏ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ സിംപ്ലിഫൈഡ് ഫോർമാറ്റ് എന്ന് പറയാം. സോ ഇതിലോട്ട് കൊണ്ടുവരാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾക്ക് അറിയേണ്ട ഇക്വേഷൻ ആണ്
tan a minus tan b divided by 1 plus tan a tan b എന്ന് പറയുന്നത് tan a minus b ക്ക് ഈക്വൽ ആണെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ബേസിസിലാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. അതുപോലെ തന്നെ tan pi by 4 എന്ന് പറയുന്നത് 1 നും ഈക്വൽ ആണ്. tan pi by 4 എന്ന് പറയുന്നത് 1 ന് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് 1 ഉള്ള സ്ഥാനങ്ങളിലെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് tan pi by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിനോമിനേറ്ററിൽ 1 into tan x എന്ന രീതിയിൽ മാറ്റാൻ കാരണം നമ്മുടെ ഫോർമാറ്റ് tan a tan b ആയതുകൊണ്ടാണ് നമ്മൾ ഡിനോമിനേറ്ററിലും tan pi by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമുക്ക് നമ്മുടെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത കൈൻഡ് ഓഫ് ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം എഴുതാം. കുറച്ച് ഡിഫറെന്റ് ആണ്. ഇത്ര ഞാൻ ചെയ്തതെന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. ഷോ ദാറ്റ് എന്ന് കൊണ്ടാണ് തന്നിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 പ്ലസ് പ്ലസ് അല്ല മൈനസ് ആണ്, മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 84 divided by 85. ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഡിഫറെന്റ് അല്ലെങ്കിൽ എന്തോ ഒരു പന്തിയുടെ ഫീൽ ആവും. കാരണം ടാൻ അല്ല, ഇത്ര നേരം നമ്മൾ പഠിച്ചത് ടാനിന്റെ ടേമിലാണ്. ഇവിടെ ടാൻ അല്ല കിടക്കുന്നത്, ഇവിടെ സൈൻ ആണ് കിടക്കുന്നത്. സോ ഇപ്പൊ തന്നെ നമുക്ക് എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ആവുന്നുണ്ട്. സോ അവിടെ എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ പറയുന്ന ആദ്യത്തെ ടേമിന് നമ്മൾ എക്സ് ആയിട്ടും രണ്ടാമത്തെ ടേമിന് നമ്മൾ വൈ ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യത്തെ ടേമിന് എക്സും രണ്ടാമത്തെ ടേമിന് വൈ ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 84/85 വരും. കാരണം ആദ്യത്തെ ടേമിനെ മുഴുവനായിട്ട് നമ്മൾ എക്സ് എന്നും രണ്ടാമത്തെ ടേമിനെ മുഴുവനായിട്ട് നമ്മൾ വൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഈ കോസ് ഇൻവേഴ്സ് ഈക്വൽ ടു ഇപ്പുറം വരുമ്പോൾ എന്താവും? കോസ് ആവും. സോ കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്ത് വരും? 84/85 എന്ന് വരും. കോസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 84/85 നമ്മൾ കൊണ്ടുപോകും. സോ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഇത്തരം ഒരു ചോദ്യമായിട്ട് മാറ്റി. കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 84/85 ആണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. എന്തിന്റെ ഫോർമുല? cos x minus y ന്റെ ഫോർമുല cos x cos y plus sin x sin y ആണ്. ഈക്വൽ ടു 84/85 എഴുതാം. സോ നമുക്കിവിടെ cos x ഉം cos y ഉം sin x ഉം sin y ഉം ഒന്നും അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അറിയാം. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എന്ന് പറയുന്നത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു എന്ത് വരും? 3/5 എന്ന് വരും. ശരിയല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എന്ന് പറയുന്നത് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 3/5 എന്ന് കിട്ടും. നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇത് തീറ്റയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ sin x equal to 3/5. sin x എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്താണ്? 3 ആണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സോ ഓപ്പോസിറ്റ് സൈഡ് 3 ഉം ഹൈപ്പോട്ടന്യൂസ് 5 ഉം വരും. ഓപ്പോസിറ്റ് സൈഡ് 3 ഉം ഹൈപ്പോട്ടന്യൂസ് 5 ഉം വരും. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ എന്ത് വരും? നമുക്കറിയാം ഡിനോമിനേറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം നമ്മള്? അതായത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസ്, ഇത് ബേസ് ആയിട്ട് കണക്കാക്കാം. സോ ബേസ് ഈക്വൽ ടു റൂട്ട് ഓഫ് hypotenuse square minus altitude square ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 25 minus 9 എന്ന് വരും. എങ്ങനെയാണ് 25 വന്നത്? ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. 5 ന്റെ സ്ക്വയർ 25 ആണ്. മൈനസ് ആൾട്ടിറ്റ്യൂഡ് 3 ആണ്. 3 സ്ക്വയർ 9 ആണ്. ഈക്വൽ ടു റൂട്ട് 16 ഈക്വൽ ടു 4 എന്ന് കിട്ടി. സോ ഇതിന്റെ ബേസ് 4 ആണെന്ന് നമുക്ക് കിട്ടി. ബേസ് 4 ആണെന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ബേസ് 4 ആണെന്ന് മനസ്സിലായി. സോ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, എക്സിനെ ബേസ് ചെയ്ത് നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കണം? cos x കണ്ടുപിടിക്കണം, sin x കണ്ടുപിടിക്കണം. sin x നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് cos x കണ്ടുപിടിക്കാലോ. cos x ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? cos x എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈക്വൽ ടു 4/5 ആണ്. അഡ്ജസന്റ് സൈഡ് 4 ആണ്, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. സോ ആൻസർ 4/5 എന്ന് കിട്ടി. സോ cos x നമുക്ക് കിട്ടി. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. cos x ന് പകരം 4/5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻറ്റു ഈ ടേം നമുക്കറിയില്ല. sin x നമുക്കറിയാം 3/5 ആണെന്ന് അറിയാം. ഇൻറ്റു അടുത്ത ടേം നമുക്കറിയില്ല. ഈക്വൽ ടു നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ നമുക്ക് അടുത്ത ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ മെത്തേഡിലെ ബാക്കിയുള്ള ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ, ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിനാണ്. അടുത്ത വൈക്ക് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 ആണ്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 ആണ്. അങ്ങനെയാണെങ്കിൽ sin y ഈക്വൽ ടു 8/17 എഴുതാലോ? എഴുതാം. ഇൻവേഴ്സ് ഇപ്പുറത്ത് പോകുമ്പോൾ sin y ആവും. sin y ഈക്വൽ ടു 8/70 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും.
ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ പഴയ പോലെ തന്നെ കൺസിഡർ ചെയ്യാം. ഇത് എക്സ് ആണ്, സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് 8ഉം ഹൈപ്പോട്ടന്യൂസ് 17ഉം ആണ് നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് 8ഉം ഹൈപ്പോട്ടന്യൂസ് 17ഉം ആണ് നമുക്കറിയാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബേസ്മെന്റ് കണ്ടുപിടിക്കാം? ബേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ബേസ് സ്ക്വയർ ഈക്വൽ ടു മുൻപിൽ ചെയ്ത പോലെ തന്നെ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? 17ന്റെ സ്ക്വയർ എത്രയാണ്? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. 289 മൈനസ് 64, 289 മൈനസ് 64 ഈക്വൽ ടു റൂട്ട് ഓഫ് 225. 225ന്റെ റൂട്ട് എത്രയാണ്? 15. ബേസ് നമുക്ക് എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? പൈത്തഗോറസ് തിയറം സിംപ്ലി നമ്മൾ അപ്ലൈ ചെയ്യാണ്. ബേസ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് ബേസ് എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ടേമുകൾ കണ്ടുപിടിക്കാം. സൈൻ വൈ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടേമാണ്. 8/17 ആണ് സൈൻ വൈ എന്ന് പറയുന്നത്. ഇവിടെ കോസ് വൈ, ഇതിൽ നിന്ന് കോസ് വൈ എങ്ങനെ കണ്ടുപിടിക്കും? കോസ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? 15/17 ആണ്. 15/17 ആണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ. 4 × 15 എത്രയാണ്? 4 × 15 എന്ന് വെച്ചാൽ 60 ആണ്. 60. 5 × 17 എന്ന് വെച്ചാൽ 85 ആണ്. 60 ഡിവൈഡ് ബൈ 85 പ്ലസ് 3 × 8 24 ഡിവൈഡ് ബൈ 85. 60 പ്ലസ് 24 എത്രയാണ്? 84. 84/85 പ്രൂവ് ചെയ്തില്ലേ? 84 ഡിവൈഡ് ബൈ 85. ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇതാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. 84 ഡിവൈഡ് ബൈ 85 നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ട്രയാങ്കിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? ഈ ടേമിന് എക്സും ഈ ടേമിന് വൈയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന്റെ ബേസിസിലാണ് ട്രയാങ്കിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾക്ക് അറിയേണ്ട ഇക്വേഷൻ കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ ആണെന്ന് നിങ്ങൾക്ക് വൃത്തിയായിട്ട് അറിയണം. ഇവിടെ കോസിന് പകരം സൈൻ വന്നാലും മൈനസിന് പകരം പ്ലസ് വന്നാലും നിങ്ങൾക്ക് അറിയണം. അതായത് ഏതൊക്കെ ഇക്വേഷൻ പഠിക്കണം എന്ന് പറഞ്ഞുതരാം. കോസ് ഓഫ് എക്സ് മൈനസ് വൈ പഠിക്കണം, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പഠിക്കണം, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ പഠിക്കണം, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് വൃത്തിയായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഇക്വേഷൻസ് അറിയണം. പൈത്തഗോറസ് തിയറം അറിഞ്ഞാൽ ഇത്തരം പ്രോബ്ലങ്ങൾ പുഷ്പം പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ അവസാനത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതുവരെ ചെയ്തതെന്ന് ഡിഫറെന്റ് ആണ്. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ചോദ്യം എന്ന് പറഞ്ഞാൽ 2 tan inverse of 1/2 plus tan inverse of 1/7 equal to tan inverse of 31 divided by 17. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഒരു ഫസ്റ്റ് സൈഡിൽ കണ്ടുവച്ച് ഇതെന്ത് മനസ്സിലാക്കാം? പഴയ മുൻപിൽ ചെയ്ത tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy ഈ ഒരു ഫോർമുലയിൽ ഇട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ 2 tan inverse x ആണ്. ഇവിടെ വെറും tan inverse x ആണെങ്കിൽ അതുപോലെ ചെയ്യാം. പക്ഷെ ഇവിടെ 2 tan inverse x ആണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡിഫറെന്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യണം. 2 tan inverse x നെ നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് വെച്ചാൽ 2 tan inverse of 1/2 നെ നമുക്ക് എങ്ങനെ മാറ്റാം? tan inverse of 2x divided by 1 minus x square. ഇതാണ് നമ്മുടെ ഫോർമുല. 2 tan inverse x നെ നമുക്ക് എങ്ങനെ മാറ്റാം? tan inverse of 2x divided by 1 minus x square. 2 tan inverse x ന്റെ ഫോർമുലയാണ് ഇത്. 2 tan inverse x ന്റെ ഫോർമുലയാണ് ഇത്. അങ്ങനെയാണെങ്കിൽ 2 tan inverse 1/2 നെ നമുക്ക് എങ്ങനെ മാറ്റാം? x ന്റെ സ്ഥാനത്ത് 1/2 ഇടാം. tan inverse of 2 into 1/2 divided by 1 minus 1/2 whole square. 2 into 1/2 divided by 1 minus 1/2 whole square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും? tan inverse of 2 into 1/2 എന്ന് വെച്ചാൽ 2/2 divided by 1 minus 1/4 എന്ന് വരും. ശരിയല്ലേ? ഈക്വൽ ടു tan inverse of 2/2 എത്രയാ? 1 ആണ്. 1 minus 1/4 എത്രയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3/4 എന്ന് വരും. 3/4 എന്ന് വരും. കാരണം 4 into 1 4, 4 minus 1 3, 3/4 എന്ന് വരും. ഇതിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരുമ്പോൾ എന്താവും? tan inverse of 4/3 എന്ന് കിട്ടും. tan inverse of 4/3 എന്ന് കിട്ടും. അപ്പൊ 2 tan inverse of 1/2 നെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? tan inverse of 4/3 എന്ന് നമ്മൾ മാറ്റി എഴുതി. ഇതേ മെത്തേഡ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ 2 tan inverse x ൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ? കൊടുക്കാം. അപ്പൊ ഈ 2 tan inverse ന് പകരം ഞാൻ എന്ത് മാറ്റി എഴുതി? tan inverse of 4/3 ആക്കി നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. tan inverse of 4/3 ആയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കാലോ? കൊടുക്കാം. ബാക്കിയുള്ള ടേംസ് എല്ലാം ഞാൻ മാറ്റിയാണ് ഇപ്പൊ ചെയ്തതെല്ലാം. ഇനി നമ്മുടെ നോർമൽ മെത്തേഡ് ആണ് tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy. ഇതേ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ tan inverse of x ന്റെ സ്ഥാനത്ത് 4/3 ആണ്, y ന്റെ സ്ഥാനത്ത്
1/7 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ 4/3 ഇൻറ്റു 1/7 4/3 ഇൻറ്റു 1/7 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും 4/3. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാലോ. 4 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 എത്രയാണ് 21. ഇവിടെയും അതുപോലെ തന്നെ 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ 21 എന്ന് വരും. 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ 21 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 28 പ്ലസ് 3 എത്രയാണ് 31. 31 ഡിവൈഡഡ് ബൈ 21 ഹോൾ ഡിവൈഡഡ് ബൈ ഇത് മാറ്റുമ്പോൾ 21 ഇൻറ്റു 1 21 21 മൈനസ് 7 17 ഡിവൈഡഡ് ബൈ 21 എന്ന രീതിയിൽ വരും. 21 ക്യാൻസൽ ചെയ്യാലോ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 31 ഡിവൈഡഡ് ബൈ 17 എന്ന് വരും. ഇതല്ല പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ ചോദ്യം. ആദ്യം നമുക്ക് ഈ പറയുന്ന 2 tan ഇൻവേഴ്സ് x എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് മനസ്സിലാക്കുക. അത് കൺവേർട്ട് ചെയ്യുക, പിന്നെ നോർമൽ ബേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇപ്പൊ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് എല്ലാം ഈ ചാപ്റ്ററിൽ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോസ് എക്സ് മൈനസ് വൈ ആ ഒരു ടേമിൽ ഉണ്ടല്ലോ, അതിൽ സൈൻ എക്സിന്റെയും സൈൻ എക്സ് പ്ലസ് വൈന്റെയും കോസ് എക്സ് പ്ലസ് വൈന്റെയും പ്രോബ്ലംസ് നിങ്ങൾ ഓൺ ആയിട്ട് ചെയ്ത് നോക്കുക. അപ്കമിങ് ചാപ്റ്റേഴ്സിന്റെ എല്ലാ വീഡിയോസും വരുന്ന ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.